ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ മപ്പാസ്. അതിനായി 1/2 കിലോ ചെമ്മീൻ ഇവിടെ കഴുകിയെടുത്ത് വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം വഴറ്റിയെടുക്കാം. മൺചട്ടി അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി സവാള ഇടാം. ഇനി പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി എല്ലാം കൂടി അങ്ങിടാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം വഴന്നു. ഇതിലേക്ക് മസാലക്കൂട്ടിടാം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അവനവൻ്റെ എരിവിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുക്കാം. ഇതൊന്ന് വഴലട്ടെ. മസാലക്കൂട്ട് മൂത്തു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചു. 2 കഷ്ണം കുടംപുളി, ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. അരപ്പ് തിളച്ചു. ഇനി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് 20 മിനിറ്റ് ചെറുതീയിൽ വേവിക്കാം. ചെമ്മീൻ വെച്ചിട്ടിപ്പോൾ 20 മിനിറ്റായി. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങാപ്പാൽ കട്ടിയിൽ പിഴിഞ്ഞെടുത്താണ് ഇതങ്ങ് ഒഴിക്കുക. ഇനി ഒന്ന് തിള വരട്ടെ. ചെമ്മീൻ മപ്പാസ് ഇവിടെ പാകമായി. തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് തിളച്ചു. ഇനി ഓഫാക്കാം. അപ്പോൾ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇരിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകും. അപ്പോൾ ഇത് തണുത്തിട്ട് സെർവ് ചെയ്യാം. ചെമ്മീൻ മപ്പാസ് ഇപ്പോൾ തണുത്ത് പാത്രത്തിലൊന്ന് കുറച്ചെടുത്ത് നോക്കാം. നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ നല്ല കുറുകിയിരിക്കുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ചിലരൊന്നും തിളപ്പിക്കുകയില്ല. തിളപ്പിച്ചില്ലേ അത് വളിച്ചു പോകും. ഞാനിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളച്ചിട്ടാണ് വാങ്ങി വെക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത്? ഇതിൽ വ്യത്യാസം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോഴിത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.